ഹായ്, ഹലോ, നമസ്കാരം. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രഭിൻ്റെ കാര്യം പറയാൻ തന്നെയാണ്. അവനെ നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ പെട്ടെന്ന് അവനൊരു പനി വന്നു. അത് കാരണം നമ്മൾ തൊട്ടടുത്തുള്ള പാറശാല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്ന് നമ്മുടെ കുറച്ച് ബ്ലഡുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ടിൻ്റെ കാര്യങ്ങളും CRP ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ CRPയുടെ അളവ് കൂടുതലായിരുന്നു. തുടർന്ന് കൗണ്ടും കുറവായിരുന്നു. അങ്ങനെ നമ്മൾ RCC ചെല്ലാൻ പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ RCCയിലേക്ക് വന്നു. RCCയിലേക്ക് വന്ന് അന്ന് രാത്രി മൊത്തം നമ്മൾ RCC തന്നെയായിരുന്നു. കാരണം അവന് ഒരു മണിക്കൂർ പോകുന്തോറും പനി കൂടി വരുമായിരുന്നു. അങ്ങനെ CRPയുടെ അളവും കൂടിക്കൊണ്ടേയിരുന്നു. രാത്രി 12 മണിയായപ്പോൾ പോയ ഉടനെ തന്നെ കൗണ്ടിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് 12 മണിയായിട്ടും ഇവൻ്റെ പനി വിട്ട് മാറുന്നില്ല. അങ്ങനെ രാത്രി 12 മണിയായപ്പോൾ പ്രഭിന് പനിക്കുള്ള ഇഞ്ചക്ഷൻ, അത് പാരസെറ്റമോളും ഇഞ്ചക്ഷനും പിന്നെ കുറച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൗണ്ടിൻ്റെ അളവ് കുറച്ച് കുറവുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറവുണ്ട്. അതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ തുടർന്ന് അവന് CRPയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ പാറശാല ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തതിനേക്കാളും കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രഭിന് നല്ല പനിയായിരുന്നു. പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 103 ഡിഗ്രി 104 ഡിഗ്രിയിലോട്ട് മുകളിലോട്ടായിട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ അതിൻ്റേതായിട്ടുള്ള മരുന്നുകൾ കൊടുത്തു. കുറച്ച് കുറഞ്ഞ് പിന്നെ അവർ ആൻറ്റിബയോട്ടിക് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 6 മണിക്ക് ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെച്ച് അങ്ങോട്ട് ഞായറാഴ്ച വരെ 2 നേരം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. നാളെയും മറ്റന്നാളും കൂടെ ഇഞ്ചക്ഷനുണ്ട്. അപ്പോൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്ന് അവൻ നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വരണം. അവൻ വീണ്ടും നല്ല രീതിയിൽ വരണം. ഇപ്പോൾ പനിയുടെ അളവ് 100 ഡിഗ്രിയിൽ ആയിട്ടേ ഉള്ളൂ. 101 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇന്നലെ മുതൽ കുറച്ച് കുറവുണ്ട്. എന്നാലും വന്നതിനേക്കാളും മാറ്റങ്ങളുണ്ട്. അപ്പോൾ നല്ല മാറ്റങ്ങൾ വരണമെങ്കിൽ ഇപ്പോൾ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഇഞ്ചക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഞങ്ങൾ ഇന്നും ബ്ലഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ കിട്ടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാളെ നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റം ഉണ്ടാവാനാണ് ചാൻസ്. കാരണം പനിയുടെ അളവ് കുറയുന്നുണ്ട്, ടെമ്പറേച്ചറിൻ്റെ അളവ് കുറയുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു മാറ്റം എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. അപ്പോൾ ഞാനിപ്പോഴും റൂമിലിരുന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രഭിൻ കിടക്കുകയാണ്. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുടർന്ന് എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ കുറച്ചെങ്കിലും മാറ്റം കുറവുണ്ടെങ്കിൽ ഞാൻ നാളെ അവനെ നിങ്ങളെ കാണിക്കും. അപ്പോൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.